ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരി ശങ്കർ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഇത് നമ്മുടെ ഗൗരിയുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അപ്പൊ ശങ്കർ വളരെ കഷ്ടപ്പെട്ട് ആ ചെമ്പ് കമ്പി ഉപയോഗിച്ച് വളച്ചുണ്ടാക്കിയതാണ്. അപ്പൊ ഗൗരി ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഗൗരി ശങ്കർ എന്ന് കാണുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇങ്ങനെ ഇത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ആരായിരിക്കും? അപ്പൊ ഇങ്ങനെ ചുറ്റിനും നോക്കിയപ്പോഴൊന്നും ആരെയും കാണുന്നില്ല. അപ്പൊ നമ്മുടെ ശങ്കർ ഒരു മരത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ആരാ എഴുതിയെന്ന് അറിയാനായിട്ട് എന്റെ കിടാവ് ചുറ്റിനും നോക്കുക. പാവം എന്റെ കിടാവ്, പാവം വിഷമിച്ച് നോക്കുന്നതായിരിക്കും. ഈ സമയത്താണ് പൂജയുടെ ശ്രദ്ധയിലേക്ക് ഇവളെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഗൗരി ഇതെന്തോ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായി. അവളുടെ നോട്ടത്തില് എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ. എന്തായിരിക്കും അത്? അവളുടെ കയ്യില് എന്തോ ഉണ്ട് എന്ന് പൂജയ്ക്ക് മനസ്സിലായി. അപ്പൊ പൂജ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക. ഇപ്പൊ ഗൗരി സൈഡിലേക്ക് നോക്കും. അപ്പൊ ഞാൻ എന്റെ ഫേസ് കാണിക്കും എന്ന് പറഞ്ഞ ശങ്കർ ഇങ്ങനെ നിൽക്കുക. അതെ, എന്നെ ഈ കോലത്തെ കാണുമ്പോൾ അവള് ശരിക്കും ഞെട്ടിത്തായിരിക്കും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞ ശങ്കർ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പൊ ഈ പൂജ നേരെ ഗൗരിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല മേഡം. എന്താ നിന്റെ കയ്യില്? ഒന്നുമില്ല മേഡം എന്ന് പറഞ്ഞു. തന്നോട് കൈ നിവർത്താനല്ലേ പറഞ്ഞത്? കാണിക്കടോ കയ്യ്, കാണിക്കാനല്ലേ പറഞ്ഞത്? അവസാനം ഈ കയ്യിലിരുന്ന ഗൗരി ശങ്കർ എന്നുള്ളതെല്ലാം ചുരുട്ടി വേറെ വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗൗരി അത് മാറ്റി. എന്നിട്ട് കൈ കാണിക്കുക എന്ന് കുറെ പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും കൈ ഇങ്ങനെ നീട്ടി കാണിക്കാണ്. അപ്പൊ ഒരു ചെമ്പ് കമ്പി മാത്രമായി മാറിയത്. അപ്പൊ ഇത് കണ്ടപ്പോട്ട് ആഹാ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയല്ലേ, താനാള് കൊള്ളാലോ എന്ന് പറഞ്ഞു. ജയിലിൽ ചാടാനായിരുന്നു തന്റെ ഉദ്ദേശം അല്ലേടോ? അയ്യോ മേഡം എന്താ പറയുന്നത്? ജയിലിൽ ചാടാനോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മേഡം എന്ന് പറഞ്ഞു. പിന്നെ താൻ എന്തിനാണോ ഈ കമ്പി എടുത്തത്? ഞാൻ സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു, ഒരു സംശയമില്ല. അയ്യോ മേഡം, എനിക്ക് ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് ഗൗരി പറയുന്നുണ്ട്. പക്ഷേ എങ്കില് പൂജ ഒരു ഇത് കേൾക്കാൻ പറ്റിയില്ല. തനിക്ക് ഒരു ദുരുദ്ദേശവും ഇല്ല അല്ലേ? സത്യം മേഡം, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഇവളെയും വലിച്ചോണ്ട് നേരെ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് പോവാണ്. അയ്യോ, അപ്പൊ ശങ്കറിന് ആകെ ഇതായി പോയി കേട്ടോ. ഇത്രയും വലിയൊരു പണിയാവൂ ഇതെന്ന് ശങ്കർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ ഇല്ല. ഇത് ഒളിഞ്ഞു നിന്നിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം വാർഡന്റെ കൈ കൊണ്ട് കൊടുത്തു. അതെ, ഇത് ഇവളുടെ കയ്യിൽ നിന്ന് പിടിച്ചതാ. ഇത് ജയിലിൽ ചാടാനുള്ള പ്ലാൻ ആയിരുന്നു മേഡം. അപ്പൊ അവിടുന്ന് കിട്ടിയതാ മേഡം എന്ന് പറഞ്ഞു, ഇവളുടെ കയ്യിൽ നിന്ന്. അപ്പൊ ഗൗരിയിൽ നിന്ന് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഗൗരി എന്താ ഇത് എന്ന് സൂപ്രണ്ട് ഇങ്ങനെ ചോദിച്ചു ലക്ഷ്മി മേഡം. അപ്പൊ വേഗം തന്നെ അയ്യോ മേഡം, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല മേഡം, ഈ മേഡം തെറ്റിദ്ധരിച്ചതാ, ഇതെനിക്ക് നിലത്ത് കിടന്ന് കിട്ടിയ സാധനമാ മേഡം എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ജയിലിൽ ചാടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് പിന്നെ കയ്യിൽ എന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഒന്നുമില്ല എന്നാ ഇവള് പറഞ്ഞത്. അപ്പൊ വേഗം പ്രീതിയൊക്കെ പറയാണ്, അതെ മേഡം പറഞ്ഞത് സത്യമാ, അത് മേഡം പറഞ്ഞത് വളരെ സത്യമാ, ഇവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്, ഞാൻ ജയിലിൽ ചാടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മേഡം എന്ന് പറഞ്ഞു. ഗൗരി, താൻ നിരപരാധിയാണെങ്കിൽ പിന്നെ എന്തിനാ പൂജ ചോദിച്ചപ്പോ കള്ളം പറഞ്ഞത്? ഗൗരി ചെയ്തത് തെറ്റാണ്. ജയിൽ നിയമപ്രകാരം ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവര് അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷേ കടുത്ത ശിക്ഷ തന്നെയാണ് തനിക്ക് ഇതിന് നൽകേണ്ടിയിരുന്നത്. പക്ഷേ എങ്കില് ഒറ്റ ഇത് മാത്രം തനിക്ക് ഞാൻ തരുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ഗർഭിണി ആയതുകൊണ്ട് മാത്രം തനിക്ക് ഞാൻ അത്രയും കടുത്ത ശിക്ഷ നൽകുന്നില്ല. തന്നെ പൂജ ഇവളെ ഒരു റൂമില് തനിച്ച് കൊണ്ടുപോയി അടച്ചിടൂ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇനി പുറത്തിറക്കിയാൽ മതി എന്ന് പറഞ്ഞു വാർഡൻ. അപ്പൊ ഗൗരി ഒരു തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം പ്രീതിയുടെയും മെഹ്റൂന്റെയും ഒക്കെ ആടിയിൽ നിന്ന്. പക്ഷെ അമ്മയും കൂടി ഇല്ലാത്ത കൊണ്ട് ഗൗരിക്ക് കൂട്ടായിട്ട് ആരുമില്ല, വർത്തമാനം പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമ്മുടെ പൂജയ്ക്ക് ഭയങ്കര സന്തോഷമായി, ലക്ഷ്മി മേഡം അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോഴത്തേനും. അപ്പൊ ശങ്കറാണെങ്കിൽ എന്റെ വടക്കുന്നതാ, ഞാൻ ഒരുത്തം കാരണം എന്റെ പെണ്ണ് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഞാനിപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതേണ്ട ആകെ വീണ്ടും കാണിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയും ഒരു സുഹൃത്തിനെയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാല് ദീപക് എന്നാണ് അയാളുടെ പേര്. അപ്പൊ ആദർശിനെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ശ്യാം സാറിന്റെ മോനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താതെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ബുദ്ധിമുട്ടായോ? അയ്യോ ഇല്ല സാർ, ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായില്ല എന്ന് ആദർശ് ഇങ്ങനെ പറഞ്ഞു. കമ്പനി പുതുതായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലമായത് എന്ന് പറഞ്ഞു. ചെറിയ രീതിയിലായിരുന്നു ഞാൻ എന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്.
ശ്യാം സാർ ആയിരുന്നു എൻ്റെ ഒരു പ്രചോദനം എന്ന് തന്നെ പറയാം. ശ്യാം സാർ ഇന്നേ വരെ എന്നോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് സാർ സഹായം ചോദിച്ച എന്നെ വിളിക്കുന്നത്. ഒരു ജോലിക്കായിട്ട് ഞാൻ പലയിടത്തും ശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല സാർ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അച്ഛ ദീപക് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. അതെ ആദർശ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു വില്ല പ്രൊജക്ടിന്റെ കാര്യം. അതൊരു വലിയ പ്രൊജക്റ്റ് ആണ്. പുതിയ സ്റ്റാഫുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് തന്നെയാണ് ആദർശ് വിളിച്ചത്. എനിക്ക് ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ അച്ഛന് വലിയ ആശ്വാസമാവും. സാറിനോടുള്ള പറയാലോ, വക്കീല് ഫീസ് വാങ്ങില്ല, എന്നാലും കേസ് നടത്താൻ ധാരാളം പണം ചെലവാകുന്നുണ്ട്. അതൊക്കെ അച്ഛന്റെ ശമ്പളം കൊണ്ട് കേസിന്റെ കാര്യങ്ങള്, വീട്ടിലെ ചെലവും അങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാർ. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ആദർശ്, ശ്യാം സാറിന്റെ മകനോട് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബിസിനസ്സിൽ ഞാൻ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാറുണ്ട്. എന്റെ സക്സസിന്റെ സീക്രട്ടും അത് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. ഒരു കാര്യമുണ്ട്, ശ്യാം സാറിനോട് എനിക്കിത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദർശിനെ നേരിട്ട് കാണണം എന്ന് ആവശ്യപ്പെട്ടത്. എന്താ സാർ? സാർ എന്താണെങ്കിലും പറഞ്ഞോളൂ. ആദർശ്, തന്റെ പേരിൽ ഒരു ചീറ്റിംഗ് കേസ് നിലവിലുണ്ട്. അങ്ങനെ ഒരാളെ എന്ത് വിശ്വസിച്ചാ ഞാൻ എന്റെ ഓഫീസിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. 25 കോടി നഷ്ടപ്പെട്ടാൽ ബാങ്ക് ചിലപ്പോൾ തകരില്ല. പക്ഷേ എന്റെ അവസ്ഥ അതല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഇന്നത്തെ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെയും എന്റെ കമ്പനിയെയും ചതിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഞാൻ എങ്ങനെ എന്റെ ഓഫീസിൽ കൊണ്ടിരുത്തും? സാർ, ബാങ്കിന്റെ 1 രൂപ പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. ഈ കേസ് കഴിയുമ്പോൾ സാറിന് അത് മനസ്സിലാവും. എങ്കിൽ കേസ് കഴിയട്ടെ ആദർശ്. ആദർശ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ എന്റെ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിംഗ് തന്നെ ഞാൻ തനിക്ക് നൽകും. പക്ഷെ അതുവരെ ജീവിക്കണ്ടേ സാർ? വലിയ പോസ്റ്റ് ഒന്നും അല്ലെങ്കിലും സാരമില്ല, ചെറിയ ഏതെങ്കിലും ജോലി തന്നാൽ മതി സാർ. ഒരു ജോലി എനിക്കിപ്പം അത്ര അത്യാവശ്യം സാർ. ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കണ്ട, ഒരു ചെറിയ ജോലി ആണെങ്കിലും മതി. എന്തിനാ, ലിഫ്റ്റ് ഓപ്പറേറ്ററോ സെക്യൂരിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തന്നാ മതി. ഐ എം റിയലി സോറി ആദർശ്. എന്റെ സ്ഥാനത്ത് ആദർശ് ആണെങ്കിൽ ഒരു കള്ളനെ സ്വന്തം ഓഫീസിൽ ജോലി കൊടുക്കുവോ എന്ന് ആദർശിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു കേട്ടോ. കേസ് ജയിക്കുകയാണെങ്കിൽ ആദർശ് വിളിക്കുക, ഞാൻ എന്താണെങ്കിലും തന്നെ സഹായിക്കാം. എന്നാ ശരി ആദർശ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ 1 മിനിറ്റ് സാർ, 1 മിനിറ്റ് സാർ, എനിക്ക് ഒരു സഹായം ചെയ്യണം. പണം വല്ലതും വേണോ? എത്രയാ വേണ്ടത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പണം ഒന്നും വേണ്ട സാർ എന്ന് പറഞ്ഞു. തനിക്ക് പിന്നെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എനിക്ക് എന്തുകൊണ്ടാ ജോലി തരാതിരുന്നെന്ന് ദയവ് ചെയ്ത് എന്റെ അച്ഛനോട് പറയരുത്. സാറ് തന്ന ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് മാത്രം എന്റെ അച്ഛൻ അറിയാൻ പാടുള്ളൂ. സാറ് ഈ ഒരു ഉപകാരമെങ്കിലും എനിക്ക് ചെയ്തു തരണം പ്ലീസ് സാർ എന്ന് പറഞ്ഞു. അന്നേരം ഒന്നും മിണ്ടാതെ ദീപക് അങ്ങ് പോയി കേട്ടോ. ആദർശന് ആകെ വിഷമായി. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, പാവം അച്ഛൻ, ഇനി എന്ത് ചെയ്യും ഞാൻ? പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ പൂജ ഒരു സെല്ലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ പ്രീതിയും മെഹറും ഉണ്ട് കൂടെ. അപ്പൊ വേഗം, അതെ, ജയിലിൽ ചാടാൻ ശ്രമിച്ച ഇവക്ക് ഈ കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയില്ലേ മേഡം എന്നായിരുന്നു പ്രീതിയുടെ സംശയം. കൊച്ചുങ്ങളില്ലാത്തത് കൊണ്ട് എന്താ പറയാ, ഗർഭിണികളോട് സൂപ്രണ്ടന്റിന്റെ മനസ്സലിവ് കൂടുതലാ. അതുകൊണ്ട് ഇവള് രക്ഷപ്പെട്ടു. മേഡം തെറ്റിദ്ധരിച്ച സംസാരിക്കുന്നത്. മേഡം കരുതുന്നത് പോലെ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല മേഡം. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി എന്ന് ചോദിച്ചു. പിന്നെ ആ വയറും കമ്പിയും നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതെനിക്ക് അറിയില്ല മേഡം. ചെയ്യാത്ത തെറ്റിന്റെ പേടിലാ ഞാൻ ഇപ്പൊ ഈ ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന മേഡം. ഓ അങ്ങനെ. അല്ല, അപ്പൊ കോടതിയിൽ കള്ളനോട്ട് കൊണ്ട് കൊടുത്തതോ? അത് നീ ചെയ്തതാണെന്ന് നീ സമ്മതിക്കുന്നുണ്ടോ? അതും ആരെങ്കിലും ചെയ്യിച്ചതാണോ? അപ്പൊ ശങ്കർ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ഷോ, എന്റെ പിടിപ്പുകേടാണല്ലോ എന്റെ വടക്കുനാഥ, എന്റെ ഗൗരി ഇങ്ങനെ പഴി കേൾക്കണത്. എന്താടി നിന്റെ നാക്കിറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു പൂജ. അയ്യോ, ഇനി മേഡത്തിനെ താലിപ്പൊലവും വെഞ്ചാമരവും വീശി അകത്തോട്ട് മേഡത്തിനെ ക്ഷണിക്കണായിരിക്കും. എന്തേ? അയ്യോ മേഡം, കാല് പിടിച്ച് അപേക്ഷിച്ചാൽ ചിലപ്പോ ഇവള് സെല്ലി കയറുമായിരിക്കും മേഡം എന്ന് പറഞ്ഞു. എന്നാ ഞാൻ കാല് പിടിക്കാം. അങ്ങോട്ട് കേറടി എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് ഉന്തി തള്ളി അകത്തേക്ക് ഇട്ടിട്ട് സെല്ല് പൂട്ടുകയാണ് കേട്ടോ പൂജ. ഇത് കണ്ടിട്ട് ശങ്കറിന് കാലി വന്നിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ഗൗരിയെ ഉപദ്രവിച്ചാ പിന്നെ തൽക്കാലം നീ രക്ഷപ്പെട്ടോ, പക്ഷെ നീ ചെവി നുള്ളിക്കോ. ദേ, നിനക്ക് ഇതിലും വലിയ പണി ഈ പൂജ മേടിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് ഈ പൂജ അങ്ങ് പോണത്. ഇതെല്ലാം കേട്ട് ശങ്കർ അവിടെ നിപ്പുണ്ട്. അപ്പൊ ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വിഷമായി, എങ്കിലും വലിയ ശിക്ഷയൊന്നും കിട്ടിയില്ല. നമ്മുടെ സുന്ദരം കോൺട്രാക്ടർ വരുന്നത്. ഡാ ശരവണ,
അയ്യോ, അവൻ അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താടാ അവിടെ, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാടാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അല്ല എന്നെ കോണ്ടാക്ടറെ, എടാ നിന്നോട് ഉള്ള പിള്ളേരോട് പോലെ പറയുന്നതല്ലേ, വേറൊന്നും ശ്രദ്ധിക്കരുത്, നമ്മുടെ ജോലി മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് നിനക്ക് ബോധമൊക്കെ ഉണ്ട്, എന്നിട്ടാണോടോ നീ അവിടെ പോയി നോക്കിയെന്നത്? പോയി പറഞ്ഞ പണികൾ ചെയ്യടേ. ശരി കോൺട്രാക്ടറെ. അപ്പൊ വേഗം കൈ അടച്ച് ജയിലിൽ കിടക്കണതേ ദുരിതം. അത് പോരാഞ്ഞിട്ട് ഒറ്റയ്ക്കൊരു വെങ്കൊച്ചിനെ പിടിച്ച് സെല്ലിൽ പൂട്ടിയിരിക്കണത്. ആരോടെങ്കിലും അതിന് രണ്ടു വാക്ക് മിണ്ടാൻ പറയെങ്കിലും ചെയ്യണ്ടേ? വീതിന്നല്ലാതെ എന്ത് പറയാൻ? പാവം കൊച്ച്, പാവം ചെല്ലക്കളി എന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കുറിച്ച് ഓർത്ത് ആത്മകഥത്തിൽ പറഞ്ഞ് സുന്ദരം നമ്മുടെ കോൺട്രാക്ടർ അങ്ങ് പോയി. അപ്പൊ ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ശങ്കറിന് കലി വന്നിട്ട് സഹിക്കാൻ പറ്റില്ല. എടി പോലീസുകാരി, നീ എന്റെ കിടാവിളിന്റെ കണ്ണീന്ന് വന്ന കണ്ണുനീരിന് നിനക്ക് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. നീ ചെവി നുള്ളിക്കോ, അല്ലെങ്കിൽ ഈ ശങ്കർബായി ഉണ്ടല്ലോ, വെറും ശങ്കർബായി അല്ല, നിനക്ക് ഞാൻ പണി തരും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ധ്രുവനെയും നവീനെയും അതുപോലെ തന്നെ പൂജേനെയാണ്. അപ്പൊ വിശദമായ വിവരങ്ങൾ അപ്പം നവീനെയും അതുപോലെ തന്നെ നമ്മുടെ ധ്രുവനെയും അറിയിക്കണമല്ലോ. അപ്പൊ പൂജ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണേലും കൊള്ളാം, സൂപ്പർ. അപ്പൊ ഒറ്റയ്ക്കൊരു സെല്ലിൽ അവളെ ഇട്ടത് എന്താണേലും നന്നായി. അല്ല, ജയിലിൽ നിന്ന് അവൾക്ക് ഫുഡ് കൊടുക്കും. ആഹാരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അത് ജയിൽ നിയമമാണ്. അവള് പട്ടിണി കിടന്നായിരുന്നു. എന്റെ ധ്രുവ, നീ എന്തായി പറയണത്? പട്ടിണി കിടന്നാല് എന്റെ ഗൗരി സൗന്ദര്യമൊക്കെ നശിച്ചു പോവില്ലേടാ? നീ എന്താ പറയണത്? നവീൻ ബ്രോ, ദേ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കി എന്നല്ലാതെ ഗൗരിക്ക് അത്ര വലിയ പണിയൊന്നും കിട്ടിയില്ലല്ലോ. അതാ, മറ്റേതെങ്കിലും തടവുകാരാണ് ഇതേ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ കിട്ടിയേനെ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഗർഭിണി ആയതുകൊണ്ട് സൂപ്രണ്ട് അവക്ക് പ്രത്യേക പരിഗണനകളൊക്കെ നൽകാറുണ്ട്. അതാണിപ്പം നമുക്ക് പാരയായിരിക്കുന്നത്. ഗൗരിയോട് സൂപ്രണ്ടിന് തോന്നുന്ന സഹതാപം എങ്ങനെയെങ്കിലും വെറുപ്പാക്കി മാറ്റണം. ലക്ഷ്മി മാഡം ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഒരാളെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവരെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും മാഡം അത് വിശ്വസിക്കില്ല. ജയിൽ സൂപ്രണ്ട് ഐശ്വര്യ ലക്ഷ്മിയെ വിശ്വസിപ്പിക്കേണ്ടത് പൂജയുടെ ഉത്തരവാദിത്തമാണ്. അത്ര ഉത്തരവാദിത്തം അല്ല, അത് അത്ര എളുപ്പമല്ല. അതെ, ഗൗരി ഫ്രോഡാണെന്ന് തെളിവ് സഹിതം വിശ്വസിപ്പിക്കണം. അവക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടും. ഞാൻ അത് കാത്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ തെളിവ് ഞാൻ തന്നാലോ? എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ കയ്യിൽ നിന്ന് ഒരു പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്ത് കൊടുത്തു. ഇതെന്താണെന്നറിയോ? ഇതാണ് അഞ്ചാവ് എന്ന് പറഞ്ഞു. അതെന്തിനാണെന്നറിയാലോ? ഇത് ഗൗരിയുടെ അല്ലെങ്കിൽ ഡ്രസ്സിനുള്ളിൽ നിന്നോ അവളുടെ ബാഗിൽ നിന്നോ നാളെ ഈ സാധനം നമ്മള് പൂജ പൊക്കണം. എന്താ കുഴപ്പമില്ല? അതോടെ ജയിൽ സൂപ്രണ്ടിന് അവളോട് ഇപ്പോൾ ഉള്ള ആ സഹതാപം അതങ്ങ് നഷ്ടപ്പെടും. ഗൗരിക്ക് അത് 8ന്റെ പണിയുമാവും. ഇങ്ങനൊരു സാധനം കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും ശിക്ഷ? ഒന്നും വേണ്ട വെറുതെ എന്ന് പറഞ്ഞ് നവീൻ വീണ്ടും പൈസ എടുത്ത് നമ്മുടെ പൂജയുടെ നേരെ നീട്ടുകയാണ്. ഭയങ്കര സന്തോഷമായി. അതോ, ഒരാഴ്ച അവളെ ഇരുട്ടുമുറിയിൽ അടച്ചിടും. മര്യാദ പഠിപ്പിക്കാൻ ഓരോ ദിവസവും മുട്ടിന് താഴെ നല്ല ചൂരിൽ വെച്ച അടിയും കൊടുക്കും. ഗൗരിയെ തല്ലാൻ ഞാൻ സൂപ്രണ്ടിനോട് അനുവാദം ചോദിച്ചു വാങ്ങും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അവളുടെ കരച്ചിൽ ആ ജയിലിൽ മുഴങ്ങി കേൾക്കണം. അവൾ അലറി കരയണം. അത്ര ക്രൂരമായിട്ട് വേണം അവളെ ഉപദ്രവിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ധ്രുവൻ. നവീൻ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പിന്നെ കാണുന്ന ഗൗരിനെയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ആലോചിക്കുക, എന്നാലും ഇതാരായിരിക്കും എനിക്ക് അങ്ങനെ എറിഞ്ഞു തന്നത്? ശങ്കർ തന്നെ. അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എനിക്ക് അങ്ങനെ എറിഞ്ഞു തരിക? ഞാൻ എന്ത് മണ്ടത്ര ചിന്തിക്കുന്നത്? ശങ്കറിന് എങ്ങനെയാ ജയിലിനുള്ളിൽ വരാൻ കഴിയുക? ഇത് മറ്റാരോ ചെയ്ത പരിപാടിയാ. ഇതാ പ്രീതിയുടെയും കൂട്ടരുടെയും പണിയായിരിക്കും. പെട്ടെന്ന് ഗൗരി ശങ്കർ എന്നെഴുതി കാണുമ്പോ ഞാൻ ഇങ്ങനത്തെ ഓരോ മണ്ടത്തരങ്ങൾ ചിന്തിക്കുമെന്ന് അവർക്ക് മനസ്സിലായി കാണും. എന്നെ വിഡ്ഢിയായി സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവരെ ചെയ്ത പണി തന്നെയായത് എന്ന് ഗൗരി ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് പൂജേനെയാണ്. അപ്പൊ പൂജ പൈസയൊക്കെ വാങ്ങിയിട്ട് ആള് നേരെ വീട്ടിലേക്ക് പിടിപ്പിക്കുകയാണ്. ഈ സമയത്ത് പോകുന്ന വഴി സ്കൂട്ടറിന്റെ മണ്ടയിലേക്ക് ഒരു നെറ്റ്, അതായത് ഇങ്ങനെ പൂജയുടെ മണ്ടയിലോട്ട് വീണു. അതുകൊണ്ട് സ്കൂട്ടി കേട്ടത് ഉരുണ്ട് നിലത്ത് വീണു കേട്ടോ. ആള് വേഗം ചാടി എഴുന്നേറ്റപ്പോഴാണ് ഇവളുടെ കഴുത്തിനൊരു പിടി, ഒരു ലോക്ക്. അതോടെ പൂജയുടെ ബോധവും പോയി. മറ്റാരുമല്ല, നമ്മുടെ തനു ആണ് കേട്ടോ. തനു പോകും നമ്മുടെ ശങ്കറോടെയാണ്. മോളെ തനു, നീ പടുമർമ്മാട്ടോ പ്രയോഗിച്ചിരിക്കണത്.
ഇനി അവക്ക് ഒരു ബോധം ഉണ്ടാവില്ല. നിനക്കറിയാലോ, എത്ര വലിയ ശത്രുവാണെങ്കിലും ശങ്കർ ഭായി പെണ്ണുങ്ങളെ തല്ലില്ല കേട്ടോ. മോളൊരു കാര്യം ചെയ്തേ, നീ നല്ല കളരി മുറയില് നല്ല സ്റ്റൈലായിട്ട് അങ്ങ് പെരുമാറിക്കോ എന്ന് പറഞ്ഞു. ഏട്ടാ, എന്റെ ഏട്ടത്തി അമ്മയെ ദ്രോഹിച്ച ഇവള് ഇനി എഴുന്നേറ്റ് നടക്കില്ല. അമ്മ അതിന് പണി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞോണ്ട് താനും. അപ്പൊ പിന്നെ നമ്മളെ തന്നെ നല്ല സൂപ്പറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേണ്ട ഗൗരിയും ബാക്കിയുള്ളവരും ഒക്കെ അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൂജ നാലുകാലി വരുന്നു എന്ന് പറയാം. ചട്ടി ചട്ടി കയ്യും ഒഴിഞ്ഞ് തൂക്കിയിട്ട് മുഖത്തും നല്ല പാടൊക്കെ ആയിട്ട് അങ്ങ് വരുവാണ്. അപ്പൊ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മ ദേ ഗൗരി മോളെ, നീ അങ്ങ് നോക്കിക്കേ, നല്ല കൺകുളിർക്കെ കാണാൻ പറ്റിയൊരു കാഴ്ചയത് എന്ന് പറഞ്ഞു. അയ്യോ, ഇവർക്കിതെന്ത് പറ്റി? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അവർക്കത് ആവശ്യമുള്ളത് തന്നെയാന്ന് അമ്മ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴാണ് സൂപ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അല്ല പൂജ, തനിക്കിത് എന്ത് പറ്റി? ആക്സിഡന്റ് ആണോ? ഒരു നശിച്ച പട്ടി വട്ടം ചാടിയതാ മേഡം, കൈക്കും കാലിനും നല്ല പരിക്കുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇത് പട്ടി ഒരാഴ്ചയെങ്കിലും മെഡിക്കൽ ലീവ് വേണം മേഡം എന്ന് പറഞ്ഞു. പക്ഷെ പട്ടി വട്ടം ചാടിയതാന്ന് തോന്നുന്നില്ലല്ലോ പൂജ, ഇതെന്താ ഇങ്ങനെ മുഖത്തൊക്കെ ഒരു ഇടി കണ്ട പോലത്തെ പാടാണല്ലോ എന്ന് ചോദിച്ചു. അയ്യോ മേഡം, പാട് പിന്നെ അതെ, ഇത് ഇടി കൊണ്ടതൊന്നും അല്ല മേഡം, ടാറിട്ട റോഡിലല്ലേ ഞാൻ വീണത്, അതുകൊണ്ട് ഉറഞ്ഞ പാടാ മേഡം എന്ന് പറഞ്ഞു. കണ്ട ഇടി കൊണ്ട പാട് പോലെയാ തോന്നുന്നേ ഉള്ളൂ. കഷ്ടായല്ലോ. എന്തായാലും സാരമില്ല, ലീവിന്റെ കാര്യം ഓർത്ത് താൻ വിഷമിക്കണ്ട. ഞാനൊരു 2 ആഴ്ചത്തെ മെഡിക്കൽ ലീവ് തനിക്ക് സാങ്ഷൻ ആക്കിയേക്കാം. ശരി മേഡം, എന്നാ പൂജ പോയിക്കോളൂ. താങ്ക് യു മേഡം. അപ്പൊ ഇടി കൊണ്ട് പൂജ വാശം കെട്ടതേണ്ട ഗൗരിയുടെ മുന്നിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ഗൗരിക്ക് ചിരിയാണോ വരുന്നത് സങ്കടമാണോ എന്നൊന്നും അറിയില്ല. ആളിങ്ങനെ നോക്കി നിൽക്കാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.